സൈബർ സ്ലേവറി തട്ടിപ്പ് സംഘത്തിന്റെ വലയിലകപ്പെട്ട് നിരവധി മലയാളികൾ. ഇത്തരം ഏജന്റുമാരെ കണ്ടെത്താൻ പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇരയായ ഫോർട്ട് കൊച്ചി സ്വദേശിയുടെ പരാതിയിൽ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്താണ് സൈബർ സ്ലേവറി എന്ന് പരിശോധിക്കാം. സൈബർ സ്ലേവറി ഓൺലൈൻ തട്ടിപ്പിന്റെ ഏറ്റവും ക്രൂരമായ മുഖം. ടെലികോളിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് നിങ്ങളെ ജോലിക്കെടുക്കുന്നു, അതിനുശേഷം വിദേശത്തേക്ക് കൊണ്ടുപോകും. പക്ഷേ അവിടെ ചെയ്യേണ്ടത് ഓൺലൈൻ തട്ടിപ്പ്. കൃത്യമായി പറഞ്ഞാൽ വ്യാജമായ ഫേസ്ബുക്ക് അക്കൗണ്ടും വാട്സാപ്പ് ഐ ഡിയും ക്രിയേറ്റ് ചെയ്ത് ആളുകളെ പറ്റിച്ച് പണം തട്ടുക. ലാവോസാണ് തട്ടിപ്പിന്റെ പ്രധാന കേന്ദ്രം. ബഹുനില കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ഓഫീസുകൾ, ഒപ്പം ആളുകളെ കൂടുതൽ പറ്റിക്കുന്നവർക്ക് ഇൻസെൻറ്റീവ് 50,000 രൂപ വരെയാണ് ശമ്പളം. 20 മണിക്കൂർ ജോലി. പക്ഷേ മടി കാണിച്ചാൽ ഷോക്കടിപ്പിക്കും, ക്രൂരമായി മർദ്ദിക്കും. അതിക്രൂര പീഡന കഥയാണ് ഇരയായ ഫോർട്ട് കൊച്ചി സ്വദേശി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. സൈബർ സ്ലേവറിയുടെ മറവിൽ നടക്കുന്നത് മനുഷ്യക്കടത്താണ്. ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകുന്ന ആളുകളെ ഓൺ അറൈവൽ വിസയ്ക്ക് ആദ്യം തായ്ലൻഡിലെത്തിക്കും. അവിടെ നിന്ന് റോഡ് മാർഗം അനധികൃതമായി ലാവോസിലേക്ക് കടത്തുന്നതാണ് രീതി. പ്രധാനമായും ഇവർക്ക് അത്യാധുനിക സാലറി ഓഫർ ചെയ്യും. തിരിച്ചു പോരാൻ, അതായത് ജോലി അവസാനിപ്പിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം തിരിച്ചു പോരാൻ ആർക്കും അനുവാദമില്ല. അങ്ങനെ തിരിച്ചു പോരണമെങ്കിൽ വലിയ തുക ഈ തട്ടിപ്പ് സംഘങ്ങൾക്ക് കൈമാറണം. അങ്ങനെ കൈമാറാത്ത ആളുകളെ മുറിയിൽ പൂട്ടിയിട്ട് അതിക്രൂരമായി മർദ്ദിക്കും. ഭക്ഷണവും വെള്ളവും നൽകില്ല. ഇത്തരത്തിൽ തലനാരിഴക്കാണ് ഫോർട്ട് കൊച്ചി സ്വദേശി രക്ഷപ്പെട്ട ഇന്ത്യൻ എംബസിയുടെ അടുത്ത് എത്തിയത്. ഇന്ത്യയിൽ നിന്ന് മലയാളികളടക്കം നിരവധി പേർ ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ വലയിൽ അകപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് വിലയിരുത്തൽ. സൈബർ സ്ലേവറി ഏജന്റുമാരെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചിട്ടുണ്ട്. ആകർഷകരമായ ശമ്പളം വാഗ്ദാനം ചെയ്ത് അടുത്തുകൂടുന്ന ഇത്തരം തട്ടിപ്പ് സംഘങ്ങളെ കരുതിയിരിക്കണമെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. കൊച്ചിയിൽ നിന്ന് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം വിഷ്ണു സുരേഷ്, 24.